രാഗിൻ വിവരങ്ങളുമായി ചേർന്നു. രാഗിൻ, ഗുഡ് മോർണിംഗ്. ദൗത്യം എങ്ങനെ പുരോഗമിക്കുന്നു? ഗുഡ് മോർണിംഗ്. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ടെറൈൻ ഒന്ന് കുറെ കൂടി പരിചയപ്പെടുത്താം പ്രേക്ഷകരെ. കാരണം നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയാണ്. നമ്മൾ ഈ കാണുന്നത് ചാലക്കുടി പുഴ, ആ പുഴ ഒഴുകുന്ന കാഴ്ചയാണ്. ഇതിനപ്പുറത്താണ് എറണാകുളം ജില്ല, അതായത് അയ്യമ്പുഴ ഉൾപ്പെടുന്ന പഞ്ചായത്ത്. കഴിഞ്ഞ ദിവസം കാട്ടാന ഉണ്ടായിരുന്നത് ഈ വെള്ളമുള്ള പ്രദേശത്തായിരുന്നു. പക്ഷേ ഇവിടെ വെച്ച് മയക്കുവെടി വെക്കാൻ കഴിയില്ലായിരുന്നു. കാരണം മയക്കുവെടി വെച്ചാൽ ആന അത് പരിഭ്രാന്തനായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടും. വെള്ളത്തിൽ ആണ്, വെള്ളം ഉൾപ്പെടെയുള്ള പ്രദേശമാണ്, അത് കഴിയില്ലായിരുന്നു. അതിനുശേഷം ആന പോയത് നേരെ അവിടെ കാണുന്ന തുരുത്തിലേക്കാണ്. ആ തുരുത്തിൽ ഭാഗത്തും ഇത് ചെയ്യാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള പ്രദേശം എന്ന് പറയുന്നത് തുരുത്തിനപ്പുറം കാണുന്ന, നമ്മൾ ആ കാണുന്ന ഈ റബ്ബർ മരങ്ങളൊക്കെ നിൽക്കുന്ന പ്രദേശം, അവിടെയാണ് ഏറ്റവും ഈ മയക്കുവെടി വയ്ക്കാൻ അനുയോജ്യമായിട്ടുള്ള പ്രദേശം ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ ആന എത്തിച്ചു. പക്ഷേ ആന പരിഭ്രാന്തനായി മുന്നോട്ട് തന്നെ പോയി. അതായത് ഈ റബ്ബർ മരങ്ങൾക്കപ്പുറത്ത് റിസർവ് വനമാണ്, ആ വനത്തിലേക്ക് പോയി. അതാണിപ്പോൾ ഉള്ള പ്രതിസന്ധി. ആ റിസർവ് വനത്തിൽ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും ദൗത്യം ഓണാണ്. ഡോക്ടർ അരുൺ സക്കറിയ, അതോടൊപ്പം തന്നെ മറ്റു വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നമ്മൾ ആ കാണുന്ന ഈ റബ്ബർ മരങ്ങൾക്കപ്പുറമുള്ള പ്രദേശത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ നേരത്തെ ഒരു ആനയെ കണ്ടിരുന്നു. പക്ഷേ ആ ആനയല്ല മസ്തകത്തിൽ പരിക്കേറ്റ ആന എന്ന് വ്യക്തമായിട്ടുണ്ട്. എങ്കിലും ഇക്കാര്യങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയിലൊക്കെ തന്നെ ഏകദേശം ഒട്ടനവധി കാട്ടാനകളുണ്ട്. ഇവിടെ വെള്ളം കുടിക്കാൻ വരുന്നതും അതോടൊപ്പം തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള കാട്ടാനകളുണ്ട്. പക്ഷേ ഈ കാട്ടാന എന്ന് പറയുന്നത് മസ്തകത്തിൽ പരിക്കേറ്റ കാട്ടാന കഴിഞ്ഞ 31-നാണ് ഇവിടെ കണ്ടു തുടങ്ങിയത്. ആ ആന കഴിഞ്ഞ 3 ആഴ്ചയായി മാത്രമാണ് ഇവിടെ ഉള്ളതെന്ന് പ്രദേശവാസികളും നാട്ടുകാരും ഒക്കെ പറയുന്നുണ്ട്. അതാണിപ്പോൾ ഉൾവനത്തിലേക്ക് വലിഞ്ഞിരിക്കുന്നത്. അത് എപ്പോൾ പുറത്തേക്ക് വരും, എങ്ങനെയായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങളും ഇപ്പോൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഡ്രോൺ ഉപയോഗിച്ചടക്കം നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. കാട്ടാനകളെ പലതും കാണുന്നുണ്ട്. പക്ഷേ ഈ മസ്തകത്തിൽ പരിക്കേറ്റ കാട്ടാനയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും മിഷൻ ഓണാണ്, അക്കാര്യങ്ങൾ നടക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ഈ കാട്ടാനയെ കണ്ടെത്തുക. നേരെ വെറ്റിനറി സർജൻ കൂടിയാണ് അദ്ദേഹം. മയക്കുവെടി വെച്ച് ചികിത്സ ഉറപ്പാക്കുക, ഇതാണ് ചെയ്യേണ്ടത്. അതിൽ നേരിട്ട് ആനയെ കണ്ട് കാര്യങ്ങൾ നീക്കണം. നേരത്തെ ഫോട്ടോഗ്രാഫ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. നാട്ടുകാർ പറയുന്നത് ഗുരുതരമായിട്ടുള്ള പരിക്കാണ് എന്നതാണ്. എന്തായാലും ഇപ്പോഴും മിഷൻ ഓണാണ്. റോഡ് ഗതാഗതം നിയന്ത്രിച്ച് മയക്കുവെടി വെക്കുന്നതിനെ കുറിച്ചും ഒരു വിവരം നമുക്ക് ലഭ്യമായിരുന്നല്ലോ. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? നേരത്തെ റോഡ് ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ഈ പുഴയ്ക്ക് അപ്പുറം റോഡാണ്, ആ തുരുത്തിനപ്പുറം റോഡാണ്. ആ റബ്ബർ മരങ്ങൾക്കും തുരുത്തിനും ഇടയിലാണ് ഈ റോഡ് പോകുന്നത്. അവിടെ ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള പ്രദേശം എന്ന് പറയുന്നത് തുരുത്തിനും ആ റോഡിനും തൊട്ടപ്പുറമുള്ള റബ്ബർ മരങ്ങൾ നിൽക്കുന്ന സ്ഥലത്താണ്. കാരണം അവിടെ വെച്ച് ഓടിയാലും കാണാൻ കഴിയും, മാത്രമല്ല ചികിത്സ ഉറപ്പാക്കാൻ കഴിയും. മയക്കുവെടി വയ്ക്കാനുള്ള ആംഗിളും മറ്റു കാര്യങ്ങളും ഒക്കെയുണ്ട്. സർപ്രൈസിങ് ഡാർട്ടിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രദേശം, നമ്മൾ ഈ അരിക്കൊമ്പൻ മിഷൻ ഉണ്ടായ ഘട്ടത്തിലും അവിടെ അന്ന് ഓർമ്മയുണ്ടാകും, ആ റേഷൻ കട ഉൾപ്പെടുന്നൊക്കെ പ്രദേശമായിരുന്നു ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള പ്രദേശമായി ഡോക്ടർ അരുൺ സക്കറിയ നിഷ്കർഷിച്ചത്. അതുപോലെ തന്നെയുള്ള പ്രദേശമാണ് ഇവിടെയുള്ള പ്രദേശം. പക്ഷേ അവിടേക്ക് കാട്ടാന എത്തുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്.